അരോണ നമ്മൾ കർണിവോറസ് ആണെന്ന് പറഞ്ഞിരുന്നു. കർണിവോറസ് ആകുമ്പോൾ മറ്റ് മത്സ്യങ്ങളെ കഴിച്ച് വളരുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഒന്നെങ്കിൽ പെലക്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാം. എന്നിരുന്നാൽ പോലും അവർ വൈൽഡ് കണ്ടീഷനിൽ മറ്റ് ജീവികളെ, അതായത് ഇൻസെക്ട്സ്, പറന്ന് നടക്കുന്ന മീനുകളെയൊക്കെ പറന്ന് ചാടി പിടിക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് വൈറലായിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസ് എല്ലാം അങ്ങനെ ഒരു വെറൈറ്റിയാണ്. ഇവർക്ക് ഒരു മങ്കി ഫിഷ് എന്നൊരു പേരേ ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വെള്ളത്തിന്റെ സർഫസിൽ നിന്ന് വളരെയധികം പൊങ്ങി പറന്ന് നടക്കുന്ന കിളികളെ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രാഞ്ചസിലൊക്കെ ഇരിക്കുന്ന ബാക്കി ജീവജാലങ്ങളെയൊക്കെ പിടിക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയാൽ അവരുടെ ജീനിൽ ഈ ചാടുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, എസ്കേപ്പിംഗ് എന്നല്ല, പുറത്തോട്ട് ചാടുക എന്ന് പറയുന്നത് അവരുടെ ജീനിലുണ്ട്. സോ അവർ വീണ്ടും 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 നമ്മളെ ടാങ്കുകളിൽ വരുമ്പോഴും ഇത് ചാടുന്ന ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പൊതുവെ അരോണ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഈ മീനിന്റെ ഒരു മരണ കാരണം എന്ന് പറയുന്നത് ടാങ്കിൽ നിന്ന് ചാടി പുറത്തോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മരണകാരണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് വൈൽഡ് കണ്ടീഷനിൽ 10 മുതൽ 20 വർഷം വരെയൊക്കെ ജീവിക്കും. നമുക്ക് ഇന്ത്യക്കകത്തൊക്കെ ബ്രീഡിംഗ് വളരെയധികം കുറവാണ്. നാച്ചുറൽ ബ്രീഡിംഗ് ആണ്, മൗത്ത് ബ്രൂഡർ ആണ്. ഇത് മൗത്ത് ബ്രൂഡർ മീൻസ് ഇത് ബ്രീഡിംഗ് ഒരുപാടുണ്ട്. ലൈവ് ബേസ് ഉണ്ട്. നമുക്ക് ബ്രീഡിങ്ങിനെ കുറിച്ച് നല്ലൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലൈവ് ബേസ് അല്ലെങ്കിൽ എഗ്ലേസ് തന്നെ സ്കാറ്റേഴ്സ്, ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ മൗത്ത് ബ്രൂഡർ എന്ന് വായിക്കാത്തവരുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അവർ എന്ത് ചെയ്യുക, മെയിൽ വായ്ക്കകത്ത് ഇൻക്യുബുലേറ്റ് ചെയ്യിപ്പിച്ച് വളർത്തിയെടുക്കുന്നതാണ്. ബ്രീഡിംഗ് ഒക്കെ അത്യാവശ്യം പാടാണ്. ബ്രീഡിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം.